would like to talk in Malayalam. Okay, JMC की मैं मलयालम से बात करना चाहता हूँ. Okay, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर का पवित्र नाम को महिमा मिले पाए. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. आज मैं बहुत आनंद के साथ आपके सामने खड़ा 3 വർഷക്കാലം സർവശക്തനായ ദൈവം ഈ ബൈബിൾ കോളേജ് തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കി. കാര്യങ്ങളെ सर्वशक्तिमान परमेश्वर 3 साल से बाइबल कॉलेज की बाइबल कॉलेज शुरू करने के लिए मदद किया. എല്ലാ മഹത്വവും ദൈവത്തിന്. सारी महिमा परमेश्वर को. ഈ നമ്മുടെ ഈ സെക്കൻഡ് ഫ്ലോറിലെ മണ്ടയ്ക്ക് ഞങ്ങളെല്ലാവരും ചെന്ന് കരങ്ങൾ ഉയർത്തി സ്വർഗ്ഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ये दूसरा जो फ्लोर है इसका ऊपर जाकर सार और डैनियल सर मिलकर हाथ उठाकर प्रार्थना करते थे. പ്രാർത്ഥിച്ചതാണ്, ദൈവമേ അവിടുത്തെ ഹിതം എന്താണ്? ഞങ്ങളുടെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒന്നും മുമ്പോട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ദൈവമേ അവിടുത്തെ ഹിതം എന്താണ് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. वहां जाकर हमारा प्रार्थना है परमेश्वर आपकी इच्छा क्या है? हमारे हाथों में तो कुछ नहीं है, आपकी इच्छा क्या है इधर आप पूर्ति करना. അതിനൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡാഡി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഒരു കൂട്ടര് ഇതുപോലെ ക്രിസ്ത്യൻ ഒരു സ്ഥാപനം അവർക്ക് ബിൽഡ് ചെയ്യണം, അവർക്ക് ഉണ്ടാക്കണം, അതിനുള്ള ഒരു ആശയം അവർ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു. ये प्रार्थना की 2 हफ्ते के बाद डैनियल सर ने आकर सुलेमान सर से बोला एक व्यक्ति एक मसीह लोगों का एक शिक्षा देने का एक स्थापन शुरू करने के लिए कुछ मदद करना चाहता है. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥന നിർത്തിയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. हम एक दिन से प्रार्थना को खत्म नहीं किया, हर दिन हमेशा प्रार्थना में. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. प्रार्थना में शक्ति है. ഹല്ലേലൂയ, हालेलुया. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് അതിന് തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. हमारा हृदय का हमारे दिल का योजना को जानकर उसकी अनुसार उसकी पूरी पूर्ति करने वाला परमेश्वर है. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുമ്പോട്ട് അതിനെങ്ങനെ വേണം ഡിസൈനും കാര്യങ്ങളെല്ലാം ദൈവത്തോട് ചോദിച്ച് അതിലെൻ്റെ കുടുംബമാണ് കൂടുതലായിട്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരാണ് എല്ലാം ഡിസൈൻ ചെയ്ത് അവസാനത്തെ ടൈൽസ് ഒട്ടിച്ചത് പോലും എല്ലാം വളരെ മേൽത്തരമായിട്ട് ദൈവം ചെയ്തു. ये योजना हमारे सामने आ गया था. सबका परिवार लोग मिलकर उसका प्लान और डिजाइन सब बनाकर सारी कामों के लिए मदद किए थे. ബിൽഡിംഗ് ആയാൽ മാത്രം പോരായല്ലോ, അതിന് നടത്തിപ്പുകാരൻ ദൈവമാണ് എങ്കിൽ തന്നെ ഉപയോഗിച്ച് അത് മുമ്പോട്ട് നടത്താൻ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്. बिल्डिंग का पूरा काम तो खत्म हो गया, उसको चलाने वाला परमेश्वर ही है. परमेश्वर और आगे काम तो करेगा. ഹല്ലേലൂയ. ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ആത്മാക്കൾക്ക് വേണ്ടി ഭാരമുള്ളവരെ മാത്രമേ അയക്കാവൂ. सर ऐसा एक प्रार्थना में था, आत्मा के लिए तड़पने वाला एक व्यक्ति को, एक सेवक को प्रभु आपने देना. प्रभु ടീച്ചർമാരെ ഒത്തിരി പേരെ കിട്ടും, പക്ഷെ ആത്മഭാരമുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. अधिकार लोग तो बहुत ज्यादा मिलता है, फिर भी आत्मा का वो जो बोझ के साथ आने वाला तो बहुत कम होता है. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആ സമയം പ്രാർത്ഥിച്ചു. സാമർഗീസാറിനോട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സാറ് ഒരാളുടെ കാര്യം പറഞ്ഞു, അതാണ് ഈ നിൽക്കുന്ന ജിൻസ്. जैसे ही साल लोग प्रार्थना में था, हमारा सामवर्गी साल ने मेरे बारे में आकर साल लोगों से बताया. അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള സംസാരങ്ങൾ 3-4 പേര് കൂടി സംസാരിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തോട് വരാൻ പറഞ്ഞ് സംസാരിച്ചു. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ അവിടുത്തെ പദ്ധതി നിറവേറണമെങ്കിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവർ തന്നെ വരണം. उसके बाद हम ऑनलाइन में मिले थे, बातचीत हो गया. उसके बाद मैंने इधर आया था. उसके बाद हमारा प्रार्थना है था, परमेश्वर आपकी इच्छा क्या है, आपका योजना पूर्ति कैसे कर सकता है. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിന്റെ അളവിനൊത്ത് തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ. हमारे हृदय का जरूरतों को जानते हुए उसकी अनुसार नाप के देने वाला परमेश्वर हमारा परमेश्वर है. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ജിൻസിനോട് വരുവാനിടയായി 3 വർഷക്കാലം, ഇന്ന് 3ാമത്തെ വർഷം ആകുമ്പോൾ ഞാൻ ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്കുന്നു. കാരണം ഇന്ത്യയിലെ പല ദേശത്തിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ദൈവം ഓരോരുത്തരെ അയച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. उसके बाद हम इधर सेवकाई आगे बढ़ाने के लिए परमेश्वर ने मदद किया. सारी महिमा परमेश्वर को मिलने पर हमारा भारत का अलग-अलग कोने से लोग आकर मदद करने के लिए परमेश्वर ने मदद किया. ഹല്ലേലൂയ. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ദൈവഭാഗ പറയുകയാണ്. ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വളരെയധികം തകർന്നു നിൽക്കുന്ന സമയം എനിക്ക് മാറില്ല. എഞ്ചിനീയറിംഗിന് പോകുന്ന യാതൊരു സാധ്യതകളും ഇല്ലാത്ത ഒരു രാത്രി ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ദൈവം എനിക്ക് വേണ്ടി 1996 റഷ്യയിൽ പോയി പഠിക്കുവാനും റഷ്യയിലെ സാമ്പത്തിക നിലയിൽ തകർന്ന് ഭരണകൂടം മൊത്തം തകർന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവം അത് പഠിച്ചു തീരുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചതിന് ശേഷം ഞാൻ ജോലി ചെയ്യാനിടയായി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ ജോലി രാജിവെച്ചിട്ട് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. के बारे में सर जो छोटी शब्दों में बताया तो उसका सारांश मैं बताना चाहता हूँ। सर ने इंजीनियरिंग किया है रशिया में 1996 के समय में। बहुत पैसा का सारी बातों का कमी था, फिर भी वहाँ रशिया में जाकर वो जो शिक्षा पूर्ति करने के लिए परमेश्वर ने मदद किया। उसी समय में परमेश्वर प्रसाद से बात किया था तो सेवकाई के लिए निकलना है। Praise the Lord. Hallelujah. എൻ്റെ ജീവിതത്തിന്റെ പല ഞെരുക്കങ്ങളുടെ സാഹചര്യം, പല ബുദ്ധിമുട്ടുകളുടെ സാഹചര്യം, ഒത്തിരി പ്രയാസങ്ങളുടെ മധ്യമൊക്കെ നിലനിൽപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. सारी प्रतिकूल अवस्था के बीच में, मुसीबत के बीच में खड़े रहने के लिए परमेश्वर ने सार को भी मदद किया। ഞാൻ പറയുന്നു, ഞാൻ നിന്നതല്ല, പിന്നെയോ ദൈവം കരം പിടിച്ച് നിർത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. हम ये तो बोल सकते हैं हम खड़ा नहीं हुआ, परमेश्वर हमारा हाथ थामते हुए हमको खड़ा किया है। ഹല്ലേലൂയ. ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ പലതും ദൈവത്താൽ തന്നെ ദൈവം നിയോഗിച്ചവർ വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തന്നെ ദൈവം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ये जो स्थापन के बारे में, कॉलेज के बारे में सोच के देखा तो हर काम में परमेश्वर की योजना था, परमेश्वर ने हमको आगे चलाया। ഡാഡി 100 പേരെന്നാ പറഞ്ഞു, പക്ഷെ എന്റെ കണക്കിന് ഏകദേശം 140-അടുത്ത് പേര് ഉച്ചയ്ക്ക് ഇവിടുന്ന് വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട്. सर ने 100 लोग आकर इधर खाना खाते करके बोला 100 नहीं, उससे ज्यादा 150 तक लोग इधर आकर उनका पेट भर के इधर से चले जाता है। Praise the Lord. ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ദേശത്ത് ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ സ്നേഹം പരത്തുവാൻ, കർത്താവിന്റെ വെളിച്ചം ദേശത്ത് പരത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. हमारा योजना, हमारा आग्रह तो एक ही बात है, ये जो जगह पर, ये जो देश में परमेश्वर का नाम ऊंचा करने के लिए हमको परमेश्वर इस्तेमाल करने पाए। അപ്പോൾ തന്നെ ഡാഡി വിട്ടുപോയ ഒരു കാര്യങ്ങളുണ്ട്. 18 ഭാഷകളിൽ 16 ഭാഷകളിൽ നമുക്ക് ഇവിടുന്ന് ലേഖലേഖകൾ അയക്കുവാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. हम और एक बात भी आप लोगों के सामने बताना चाहते हैं, 16 अलग-अलग भाषाओं में छोटी-मोटी किताब इधर से हम अनुवाद कर लोगों को भेजते हैं। ഇവിടുത്തെ ഏറ്റവും വലിയ സെയിലാകുന്ന ഒരു ട്രാക്റ്റ് ആണ് തമ്പിയുടെ ഹൃദയം. इधर एक ज्यादातर लोग लेके जाने वाला एक छोटी सी ट्रैक्ट, उसका नाम है मनुष्य का हृदय। ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് കുറെ നാളുകളായിട്ട് ഭാരപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം ഡാഡി പറഞ്ഞു 1 ലക്ഷം അടിക്കാനുള്ള വഴി ദൈവം തുറന്നു. अभी पहले से लोग को जो कॉपी तो बहुत कम था, अभी 1 लाख कॉपी बनाने के लिए परमेश्वर ने हमको मदद किया। सार ने എല്ലാ മഹത്വവും ദൈവത്തിന്. सारी महिमा प्रभु को मिलने पाए। സ്തോത്രം. ഒറ്റ വാക്യം മാത്രം ഞാൻ ഓർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്, സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. ക്രിസ്തു നമ്മൾ തുടങ്ങിയ ദൈവത്തിന്റെ വേല ക്രിസ്തുവിന്റെ നാളോട് തികയ്ക്കുവാൻ ദൈവം ശക്തനാണ്. एक वचन बता के मैं बैठना चाहता हूँ, परमेश्वर यीशु मसीह का काम हमारे जीवन में शुरू किया तो उसका पूरा करने के लिए भी उनसे हो सकता है। ആ ശക്തനായ ദൈവത്തിന്റെ കരം പിടിച്ച് നമുക്ക് മുമ്പോട്ട് നടത്തുവാൻ ദൈവം വന്നിരിക്കുന്ന എല്ലാവരും ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്ന നിമിഷത്തിൽ നിർത്തുന്നു. ദൈവം സമർത്ഥമായിട്ട് और सर्वशक्तिमान परमेश्वर का हाथ थामते हुए हम आगे चलने पाए, परमेश्वर हमको मदद करने पाए, बोलते हुए मैं बैठना चाहता हूँ। हालेलुया।